കടയിൽ കിട്ടുന്നതിലും രുചിയുള്ള അച്ചാർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ഒരു പഴയ നാടൻ അച്ചാറിൻ്റെ രുചിയാണിതിന്. ഈ നെല്ലിക്കയോടുകൂടി നമ്മുടെ മരത്തിലെ നെല്ലിക്ക എല്ലാം തീർന്നിട്ടുണ്ട്. കുറേ കിട്ടിയിരുന്നു, കുറേ നമ്മൾ പച്ച തന്നെ കൊടുത്തു. പിന്നെ ഉപ്പിലിട്ടതായിട്ടും അച്ചാറിട്ടിട്ടും എല്ലാം കൊടുത്തിരുന്നു. ആ കൊടുത്തിരുന്നവർ തന്നെ നമുക്ക് വീണ്ടും ഒരു ഓർഡർ തന്നിട്ടുണ്ട്, അച്ചാർ കൂടി വേണമെന്ന് പറഞ്ഞു. അതും ആദ്യം തന്ന പോലത്തെ അതേ അച്ചാർ തന്നെ വേണമെന്ന് നമ്മളോട് പറഞ്ഞത് കൊണ്ടാണ് അതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് നമ്മൾ ഒരാഴ്ച മുമ്പ് പറിച്ചെടുത്ത് ഉപ്പ് മാത്രം ഇട്ടിട്ട് വെച്ചതാണ്, വെള്ളമൊന്നും ചേർക്കാതെ. അങ്ങനെ നമ്മൾ നെല്ലിക്കേൻ്റെ ഉപ്പ് വെള്ളം വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അച്ചാറാക്കിയെടുക്കാം. പാത്രമൊക്കെ നന്നായി ചൂടായി വരട്ടെ. അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണയാകുമ്പോൾ കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മളിത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ട് ഒരു വർഷം വരെ ഒന്നും ആയിട്ടില്ല, ഒരു കേടും വന്നിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറേ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിരുന്നു. ഇപ്പോൾ നമ്മളതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെയുള്ള രുചിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായി മൂത്ത് വരണേ. പിന്നെ നമ്മൾ അതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുത്തു. നെല്ലിക്ക ചേർത്ത് കൊടുത്ത ശേഷം നന്നായി അതിൻ്റെ വെള്ളം പോകുന്നത് വരെ വഴറ്റിയെടുക്കണേ. തുള്ളി പോലും വെള്ളം ഉണ്ടാകാനേ പാടില്ല. ഇപ്പം നെല്ലിക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടുമായിരിക്കും. വീട്ടിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഞാനിത് സെയിൽ ചെയ്യുന്നത് അച്ചാറിന് 60 രൂപയും ഉപ്പിലിട്ടതിന് 50 രൂപയുമായിട്ടാണ്. ഇതിന് പച്ചമുളകോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ലാതെ തന്നെ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഒരു വർഷത്തേക്ക് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാൽ ഒരു കേടുപാടും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി അച്ചാറാണിത്. കുറഞ്ഞ ചിലവിൽ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു അച്ചാറാണിത്. അരിനെല്ലിക്ക ഉണ്ടാകാൻ തുടങ്ങിയാൽ അറിയാലോ, ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ സീസണിൽ മാത്രമേ ഈ നെല്ലിക്ക ഉണ്ടാകാറുള്ളൂ. ഇനി അടുത്ത വർഷം മാത്രമേ നോക്കണ്ടൂ. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഇതുണ്ടാകാറുള്ളൂ നമുക്ക്. എല്ലായിടത്തും എങ്ങനെയെന്നറിയില്ല, എന്നാൽ ഇതുണ്ടാകുമ്പോൾ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഇത് പിറക്കിയെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാൽ സാരമില്ല, നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഇതിനെക്കൊണ്ട് അച്ചാർ മാത്രമല്ല, ദിവസവും നമ്മൾ ചമ്മന്തി ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക്. കുറേ നെല്ലിക്കൊന്നും ചേർക്കണ്ട, ഒരു 5-6 നെല്ലിക്കും കുറച്ച് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് അരച്ചാൽ നല്ല അടിപൊളി ചമ്മന്തിയാവും. ചമ്മന്തിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ നെല്ലിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നന്നായി വറ്റി വരുമ്പോൾ നമുക്ക് മീതെ എണ്ണ തെളിഞ്ഞ് കാണാം. ആ സമയത്ത് നമ്മൾ ഒരു 1/2 കപ്പ് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിനാവശ്യമായത് മാത്രം. അവർ കൂടുതൽ എരിവൊന്നും വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പച്ചമുളക് തീരെ ചേർത്തിട്ടില്ല. ഇതുപോലെ കൊടുത്തത് കൊണ്ട് അതേപോലെ തന്നെ ഉണ്ടാക്കി തരണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതൽ ചിലവും ഇല്ല, രുചിയും അടിപൊളിയാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ നെല്ലിക്ക ഇല്ലെങ്കിൽ പുറമേ നിന്നും വാങ്ങിയിട്ടെങ്കിൽ ഇപ്പോഴേ ഈ സീസണിൽ മാത്രമേ ഈ നെല്ലിക്ക കിട്ടൂ. ഞാൻ സെയിൽ ചെയ്തത് 100 രൂപക്കാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ കിട്ടാമെന്ന് എനിക്കറിയില്ല. പുറമേ നിന്ന് വാങ്ങുമ്പോൾ എന്തായാലും കൂടുമായിരിക്കും. എന്തായാലും 2-3 കിലോ വാങ്ങിയിട്ട് അച്ചാറിട്ട് വെച്ചാൽ പിന്നെ ഒരു വർഷത്തേക്ക് നിങ്ങൾ അച്ചാറിൻ്റെ കാര്യമേ ചിന്തിക്കണ്ട. ഇപ്പോൾ തന്നെ വേഗം വാങ്ങി അച്ചാറിട്ട് വെച്ചോളൂ. അങ്ങനെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. അത് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ചേർത്തത് 2 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും ക്രഷ് ചെയ്തതാണ്. അധികം പൊടിയണ്ടേ, അപ്പോൾ അധികം പൊടിഞ്ഞു കഴിഞ്ഞാൽ ഉലുവയുടെ ഒരു കയ്പുണ്ടാവും, അതുകൊണ്ടാണ് അധികം പൊടിക്കണ്ട എന്ന് പറഞ്ഞത്. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് കുറച്ച് കായമാണ്. പിന്നെ ഇടയ്ക്ക് ഉപ്പ് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് അച്ചാറിന്. പിന്നെ ഉപ്പ് ബാലൻസ് ചെയ്യാൻ ചെറിയൊരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഇല്ലെങ്കിൽ കഷ്ണം ശർക്കര ആയാലും കുഴപ്പമില്ല. എല്ലാം ഒന്നും മിക്സായ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ലേ. വിനാഗിരി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, പൂപ്പൽ ഒട്ടും ഉണ്ടാവില്ല.
ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വിനാഗിരിയൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. നല്ലവണ്ണം കുറുകിയിട്ട് തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. എന്തായാലും ഗൾഫിലെല്ലാം കൊണ്ടുപോകുന്നതല്ലേ, കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ തന്നെ കൊടുത്തിരിക്കണമല്ലോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കണേ. അങ്ങനെ വിനാഗിരി എല്ലാം ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് ഒരു കുറച്ച് തിള വരുന്നത് വരെ മൂടി വെക്കണേ. ഇതെന്ന് പറഞ്ഞ ദിവസങ്ങളോളം കാത്തിരിക്കുകയൊന്നും ചെയ്യേണ്ട ഈ അച്ചാർ ഉപയോഗിക്കാൻ. ഇന്നുണ്ടാക്കിയ ഇന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരേ ഒരു അച്ചാറാണിത്. ഒരാഴ്ച മുമ്പേ നമ്മൾ ഉപ്പിലിട്ട് നന്നായി ഉപ്പെല്ലാം പിടിച്ചതും തന്നെ, പിന്നെ എണ്ണയിൽ നന്നായി വഴറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഒന്ന് തിളപ്പിച്ചിട്ടുമുണ്ട്. എല്ലാം കൂടി ഒത്തു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും കൂടി ഒന്ന് ചെയ്തേക്കണേ. എന്നാൽ എല്ലാവരും പെട്ടെന്ന് പോയി നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവന്ന് ഇതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിക്കോ. നിങ്ങൾക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്നും ചതച്ച് ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല. അതിൻ്റെ ഒന്നും ഒരു കുറവും ഈ അച്ചാറിന് കാണിക്കുന്നുമില്ല. സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി കുറച്ചധികം വാങ്ങിക്കോ. വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കും ഇതുപോലെ അച്ചാറുണ്ടാക്കി വിൽക്കാൻ പറ്റും. ഇതുപോലെ നെല്ലിക്ക മാത്രമല്ല, ജാമ്പക്കനെ കൊണ്ടും പുളിയുള്ള പച്ച മുന്തിരി കൊണ്ടും ഇതേ രീതിയിൽ അച്ചാറുണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. എന്താ എല്ലാവരും ഇനി മടിച്ചിരിക്കാതെ ഇങ്ങനെ ചെയ്യില്ലേ? അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് ഒരു തിള വരുന്നത് വരെ കാത്തിരുന്നാൽ മതി. പിന്നെ തീ ഓഫ് ചെയ്ത് നല്ലവണ്ണം തണുത്ത ശേഷം, നല്ലവണ്ണം തണുക്കണേ, പിറ്റേന്ന് എടുത്താൽ മതി. പിന്നെ അച്ചാർ കോരിയെടുക്കുമ്പോൾ സ്പൂണിനും നനവുണ്ടാകാൻ പാടില്ല, ഉപയോഗിക്കുന്ന പാത്രത്തിനും നനവുണ്ടാകാൻ പാടില്ല, ഒരു തുള്ളി പോലും നനവുണ്ടാകാൻ പാടില്ല. പൂപ്പൽ പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇന്ന് തൽക്കാലം നമ്മൾ പോകുന്നു. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.